പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് AEWൻ്റെ ബാക്ക് സ്റ്റേജിൽ നടന്ന ഒരു ചെറിയ അടിപിടിയെ സംബന്ധിച്ചാണ്. അടിപിടി എന്ന് പറയുമ്പോൾ ചെറിയൊരു ബാക്ക് സ്റ്റേജ് ഇഷ്യൂ അതിനെ സംബന്ധിച്ചാണ് പങ്കുവെക്കുന്നത്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ച് AEWൻ്റെ വുമൻസ് ഡിവിഷനിലെ ടോപ്പ് സ്റ്റാറായ ഫോർമർ AEW വുമൻസിൻ്റെ ചാമ്പ്യനായിരുന്ന ബ്രിറ്റ് ബേക്കറിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് ഈ ഒരു ബാക്ക് സ്റ്റേജ് ഇഷ്യൂവിൻ്റെ പുറത്താണെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ ബ്രിറ്റ് ബേക്കർ എന്ന റെസ്ലർ MJF എന്ന നിലവിലെ AEWൻ്റെ അമേരിക്കൻ ചാമ്പ്യൻ അവരുടെ ടോപ്പ് റെസ്ലറുടെ ഗേൾ ഫ്രണ്ടിനെ സംബന്ധിച്ച് കഴിഞ്ഞു പോയ എന്തോ ഒരു സംസാരം ബാക്ക് സ്റ്റേജിൽ ഇങ്ങനെ ആരുടെയൊക്കെയോ സംസാരിച്ചു. ആ ഒരു സംസാരം ഈ MJFൻ്റെ ഗേൾ ഫ്രണ്ട് അറിഞ്ഞു. MJFൻ്റെ ഗേൾ ഫ്രണ്ടും റെസ്ലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂവറാണ്. അപ്പോൾ ഈ കാര്യം MJFനോട് ഈ ഗേൾ ഫ്രണ്ട് പോയിട്ട് പറഞ്ഞു ബ്രിറ്റ് ബേക്കർ തന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട് എന്നുള്ളത്. ഇത് കേട്ടപാതി MJF പോയിട്ട് ബ്രിറ്റ് ബേക്കറോട് കാര്യങ്ങൾ ചോദിച്ചു. ഇരുവരും തമ്മിലുള്ള ഒരു വാക്ക് തർക്കം ബാക്ക് സ്റ്റേജിൽ ഉണ്ടായി. അതിനെ തുടർന്ന് ഇവരുടെ AEWൻ്റെ ഒരു ബാക്ക് സ്റ്റേജ് ഡിസിപ്ലിനറി കമ്മിറ്റി ബ്രിറ്റ് ബേക്കറിനെതിരെ നടപടിയെടുക്കുകയും താരത്തിന് പിഴ ചുമത്തേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതുപോലെ തന്നെ 2-3 ആഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടിയും എടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. AEWൻ്റെ ബാക്ക് സ്റ്റേജിൽ ഫൈറ്റുകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അത് വുമൻസ് ഡിവിഷനോ മെൻസ് ഡിവിഷനോ എന്നുള്ള ഒരു വ്യത്യാസമില്ലാതെ എല്ലാ ഡിവിഷനിലും എപ്പോഴും ഒരു കൂട്ടത്തല്ലേ, അവർക്കൊരു തമ്മിലൊരു ഒത്തൊരുമ ഇല്ലാത്തതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കമ്പനിയുടെ സ്റ്റാർട്ടിങ് മുതൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വരെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് സൂപ്പർ താരവും മുൻ WWE വുമൻസ് ചാമ്പ്യനുമൊക്കെ ആയിരുന്ന റോണ്ട റൗസി WWE തിരികെ വരാൻ പോകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പോസിറ്റീവ് അപ്ഡേറ്റ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. റോണ്ട റൗസിയെ തിരികെ കൊണ്ടുവരാൻ WWE വില്ലിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ആദ്യം പുറത്തേക്ക് വന്നിരുന്നു. ഇപ്പോൾ റോണ്ട റൗസിയുമായിട്ട് അവർക്ക് അത്തരത്തിലുള്ള ഒരു ടോക്ക്, അതായത് ഒരു ഡിസ്കഷൻ നടത്താൻ സാധിച്ചിരിക്കുന്നു എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു റിപ്പോർട്ടും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ റോണ്ട റൗസിക്ക് ഇനി തിരിച്ചു വരാൻ സമ്മതമാണെങ്കിൽ റോണ്ട റൗസിയുടെ ഒരു സർപ്രൈസ് റിട്ടേൺ വൈകാതെ കാണാൻ സാധിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആരാധകർക്കൊന്നും റോണ്ട റൗസി തിരികെ വരുന്നതിൽ വലിയ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമല്ല, ഒരു ഫീഡ്ബാക്ക് അല്ല ഉള്ളത്. കാരണം റോണ്ട റൗസി WWE കോൺട്രാക്റ്റ് അവസാനിപ്പിച്ചതിന് ശേഷം പ്രോ റെസ്ലിംഗ് ഫേക്ക് ആണെന്ന് പറഞ്ഞ് സ്ക്രിപ്റ്റഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കുറേയധികം അഭിപ്രായങ്ങൾ ഇൻ്റർവ്യൂകളിൽ പങ്കുവച്ചിരുന്നു. അതൊക്കെ വലിയ വിവാദമായതാണ്, വലിയ ചർച്ചയായതാണ്. അപ്പോൾ ആരാധകർക്കൊന്നും റോണ്ട റൗസിയെ തിരികെ കൊണ്ടുവരുന്നതിൽ വലിയ അങ്ങനെ സന്തോഷം പങ്കുവെക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് ഒന്നുമില്ല. പക്ഷേ ഒരു സൂപ്പർ താരമാണ്, UFCയുടെ ഹോൾ ഓഫ് ഫെയിമറാണ്. വുമൻസിൻ്റെ ഒരു സ്പോർട്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഐക്കൺ ലെവലിലുള്ള ഒരു വ്യക്തിയാണ് റോണ്ട റൗസി. അപ്പോൾ WWE ഈ ഒരു സമയത്ത് തിരികെ കൊണ്ടുവന്നാൽ അത് വുമൻസിൻ്റെ ഇടയിൽ തന്നെ വലിയൊരു ശ്രദ്ധ കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ ബിസിനസ് പരമായി റോണ്ട റൗസിയെ തിരികെ കൊണ്ടുവരാൻ സാധിച്ചാൽ അത് WWE ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് എനിക്ക് പങ്കുവെക്കാനുള്ള ഒരു അപ്ഡേറ്റ്. അപ്പോൾ റോണ്ട റൗസിയുമായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു ചർച്ചകൾക്ക് നിലവിൽ തുടക്കമിട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവസാനമായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ ബ്രോക്ക് ലെസ്നറുടെ 2 ഫോട്ടോസ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ആ 2 ഫോട്ടോയിൽ നിന്ന് ബ്രോക്കിൻ്റെ പുതിയ ലുക്ക് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. താടിയൊക്കെ വളർത്തിക്കൊണ്ട് ബ്രോക്ക് WWE ആ ഒരു റിങ്ങിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ലുക്കാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പഴയ ഒരു ലുക്കിൽ ബ്രോക്ക് തിരികെ വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ആരാധകരെ സംബന്ധിച്ച് നിരാശപ്പെടുത്തുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അതായത് ബ്രോക്കിൻ്റെ ഒരു പഴയ ലുക്ക് എന്തായാലും ബ്രോക്കിനില്ല. അപ്പോൾ തിരിച്ചുവരവ് ഉണ്ടായിരിക്കില്ല എന്നുള്ളതും കൂടി ഇൻഡയറക്റ്റായി നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു പോയിൻ്റാണ്. പക്ഷേ ഈ ഒരു ലുക്കിൽ ബ്രോക്കിനെ കാണാൻ ഗംഭീരമായിട്ടുണ്ട്, മനോഹരമായിട്ടുണ്ട്. ഈ ഒരു ലുക്കിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ബ്രോക്കിൻ്റെ തിരിച്ചുവരവിനെ സംബന്ധിച്ചുള്ളതും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.